പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്തത് എന്തിനാണെന്നറിയോ? നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാ പ്രിയൻ ഇടപെടില്ലേ, അതിന്. ജയന്തി പറഞ്ഞത് ശരി തന്നെയാ. ചോദിക്കാൻ പ്രിയനില്ലായിരുന്നെങ്കിൽ കരുനാഗത്തിന് നമ്മളെയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നു. അയാളുടെ കണ്ണിലെ കരടാ പ്രിയൻ. ഗോഡൌണിലിരിക്കുന്ന പ്രിയൻ ഇനി ഇവിടെ നടക്കുന്നൊന്നും അറിയില്ലല്ലോ. അയാൾക്ക് എന്ത് വേണമെങ്കിലും ആവാലോ. അതായിരിക്കും അയാളുടെ മനസ്സിലിരിപ്പ്. ഇനി എളുപ്പത്തിൽ അയാൾക്ക് കുറ്റം കണ്ടുപിടിക്കാനും കഴിയും. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെറിയ പോരായ്മകൾ സംഭവിച്ചാ പ്രിയനത് ആരും അറിയാതെ മേക്കപ്പ് ചെയ്യുമായിരുന്നു. ഇനി അത് നടക്കില്ല. നമ്മൾ തയ്ക്കുന്നതെല്ലാം പുതിയ സൂപ്പർവൈസർ അല്ലേ ചെക്ക് ചെയ്യുക. നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അത് കരുനാഗത്തിന് റിപ്പോർട്ട് ചെയ്താലല്ലേ അയാൾക്ക് മിടുക്കിനെന്നുള്ള പേര് സമ്പാദിക്കാൻ പറ്റൂ. ശിക്ഷ കിട്ടിയത് പ്രിയനാണെങ്കിലും അനുഭവിക്കാൻ പോകുന്നത് നമ്മളാണെന്ന് അല്ലേ? ആദ്യം പുറത്താകുന്ന എന്നെയായിരിക്കും. നിന്നെന്തിനാ ഇവിടെ നിന്ന് പുറത്താക്കുന്നെ? നീ നിന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നില്ലേ? എന്റെ അസുഖം നിനക്ക് അറിയില്ലേ പാറു? മരണേ പോലെയാ ഞാൻ. തലയിരിക്കുന്നിടത്ത് വാഴത്തുമ്പോഴേക്കും എല്ലാം മറന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് തെറ്റ് പറ്റാറുണ്ട്. പ്രിയഞ്ചേട്ടനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് റിജക്ട് പീസ് വരാതെ നോക്കുന്നുണ്ടാ ഇവിടെ പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയുന്നത്. പുതിയ സൂപ്പർവൈസർ കരുനാഗത്തിന്റെ ആളല്ലേ. എന്റെ കയ്യിൽ നിന്ന് കുറെ റിജക്ട് പീസ് വരുന്നുണ്ടെന്ന് അയാൾ ഉറപ്പായി റിപ്പോർട്ട് ചെയ്യും. നമുക്ക് എല്ലാവർക്കും കാലനായിട്ടാ പുതിയ സൂപ്പർവൈസർ വന്നിരിക്കുന്നത്. അയാളുടെ മുഖം ശ്രദ്ധിച്ചില്ലേ? ആ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ദുഷ്ടനാണെന്ന്. സൗന്ദര്യ, പ്രിയഞ്ചേട്ടനെ മാറ്റി അവിടെ വേറൊരാളെ കൊണ്ടുവന്നത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാ. പക്ഷെ പ്രിയഞ്ചേട്ടൻ അതൊരു പ്രശ്നമായിട്ട് എടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാ? കഴിവുള്ളവരെ എവിടെ കൊണ്ടുപോയി തള്ളിയാലും അവരവിടെ ഇരുന്നുകൊണ്ട് അവരുടെ കഴിവ് പ്രകടിപ്പിക്കും. ഗോഡൌണിലെ ജോലിയും സൂപ്പർവൈസർ ജോലിയും പ്രിയഞ്ചേട്ടന് ഒരുപോലെയാ. അതുപോലെ പുതിയ സൂപ്പർവൈസറെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അയാൾക്ക് കൊടുത്ത ജോലിയല്ലേ അയാൾ ഏറ്റെടുത്തത്. അത് അയാളുടെ കുറ്റമല്ലല്ലോ. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. പുതുതായി വന്നവൻ വേറൊരു കരുനാഗമോ രഘുവോ ആയി മാറിയാലോ? രഘുവിന്റെ അനുഭവം അയാൾക്കുണ്ടാവും, അത്ര തന്നെ. എനിക്ക് കരുണാകരനാകാനും താല്പര്യമില്ല, രഘു ആകാനും താല്പര്യമില്ല. നന്ദന് നന്ദനായാ മതി. നിങ്ങൾക്കെല്ലാവർക്കും എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. ഞാനും നിങ്ങളിൽ ഒരാളാണെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ വെറും ഭംഗിവാക്കാണെന്നാണ് നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷെ അല്ല. എനിക്ക് മറ്റൊരു പ്രിയനാവാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. പക്ഷെ ആവാൻ ഞാൻ ശ്രമിക്കും. ടൈലർ, കട്ടർ, ഹെൽപ്പർ എന്നൊന്നും നിങ്ങളെ വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല. ചേച്ചി, ചേട്ടൻ എന്നൊക്കെ വിളിക്കാനാ എനിക്കിഷ്ടം. എന്നേക്കാൾ പ്രായം കുറഞ്ഞവരെ പോലും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പരിചയപ്പെടാനായിട്ടാണ് ഞാൻ വന്നത്. പേര് പറഞ്ഞ് പരിചയപ്പെടുത്തണം. എന്താ ചേച്ചിയുടെ പേര്? ജയന്തി. ജയന്തി. ജയന്തി എന്ന പേരിൽ മിടുക്കിയ ഒരു സീനിയർ ടൈലർ ഇവിടെ ഉണ്ടെന്ന് കരുണാകർ സാർ പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ കരുനാഗം പറഞ്ഞിരുന്നു. നിങ്ങളുടെ പേര്? സൗന്ദര്യ. സൗ അല്ലേ? ഈ പ്രായത്തിലുള്ള മറവി അതൊരു അസുഖമല്ല, ശ്രദ്ധയില്ലായ്മയാണ്. അതിനിവിടെ ആർക്കാ മറവി? സൗന്ദര്യക്ക് മറവിയുള്ള കാര്യവും സൗന്ദര്യം മറന്നുപോയെന്ന് എനിക്ക് തോന്നുന്നത്. സാവിത്രി ചേച്ചി, ഉഷ ചേച്ചി, നിഷ ചേച്ചി, കറക്റ്റ് അല്ലേ? നിങ്ങൾ? പാർവതി. ചട്ടമ്പി പാറു അല്ലേ? അല്ല, അത് സാറിനെങ്ങനെ അറിയാം? അറിയാം, എല്ലാം അറിയാം. വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു ചേച്ചിയുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടില്ല. വീട്ടിലെ ബാധ്യതകൾ തീർക്കണം. ചേച്ചിയുടെ കല്യാണം നടത്തണം. അതിനു വേണ്ടിയാണ് ഇവിടെ ജോലിക്ക് വന്നത്. ശരിയല്ലേ? അല്ല, സാർ ഇവിടെ വന്നതല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ഇതൊക്കെ ആരാ പറഞ്ഞു തന്നെ? ആരും പറഞ്ഞു തന്നൊന്നുമല്ല. ആരും പറയാതെ തന്നെ എനിക്കറിയാം. അറിയാന്ന് മാത്രമല്ല, ഞാൻ പാർവതിയെ കണ്ടിട്ടുണ്ട്. എന്നെയോ? എപ്പോ? എവിടെ വെച്ച്? പറയാം, സമയമാവുമ്പോ പറയാം. പിന്നെ എല്ലാവരെയും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. അപ്പൊ പിന്നെ ജോലി നടക്കട്ടെ, നമുക്ക് പിന്നെ കാണാം.
അവൻ നിന്നെ എവിടെ വെച്ചാ കണ്ടത്? എനിക്കറിയില്ല. എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഓർമ്മ വരുന്നില്ല. അയാളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നില്ല, അല്ലേ? ഇത് ചിലപ്പോ അയാളുടെ അടവായിരിക്കും. അധികം വിശ്വസിക്കണ്ട പാറു. പ്രിയന് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഇവിടെയല്ല, ഗോഡൗൺ. ഇനി മുതൽ ഇതാണ് എന്റെ ലോകം. കരുനാഗം എന്നെ ഇങ്ങോട്ട് നാട് കടത്തിയതാ. ഇത് അയാൾ എനിക്ക് തന്ന ശിക്ഷ തന്നെയാ. പ്രിയ, നീ എന്തിനാ ഈ ഗോഡൌണിലേക്ക് വന്നത്? നിനക്ക് അവിടെ ജോലിയില്ലേ? ഈ ചോദ്യം തന്നെയാ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. നീ എന്തിനാ ഈ ഗോഡൌണിൽ വന്നത്? കരുനാഗ ഇവിടുത്തെ വെറും പ്രൊഡക്ഷൻ ചീഫാ. അയാൾക്ക് മുകളിൽ കൈലായ സാറും PK സാറും ഒക്കെ ഉണ്ട്. അവരോട് പോയി നീ ചോദിക്കേ, നീ ഈ ഗോഡൌണിൽ ജോലി ചെയ്യണോന്ന്. നിന്നെ ഇങ്ങോട്ടേക്ക് തട്ടിയതറിഞ്ഞ കരുനാഗത്തിന്റെ ചെവിക്കുറ്റിക്കിട്ട് പൊട്ടിക്കും കൈലായ സാർ. നീ വന്നേ, ഇപ്പൊ തന്നെ കൈലായ സാറിനെ പോയി കാണാം. അല്ല, എന്തിന്? എന്തിനെന്നോ? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ കരുനാഗത്തിന്റെ അടുത്ത് പോയി പണി നോക്കാൻ പറഞ്ഞേനെ. ആവശ്യമില്ലാത്തടത്ത് നിനക്ക് 100 നാവാ. ഉഷ ചേച്ചിക്കും നിശ ചേച്ചിക്കും വേണ്ടി നീ വാദിക്കും, സമരം ചെയ്യും. ദേവതയ്ക്ക് വേണ്ടി നീ ആരെ വേണമെങ്കിലും കൈവയ്ക്കും. പാറുവിന്റെ നേർക്ക് ആരെങ്കിലും തിരിഞ്ഞ നീ അവരെ മലർത്തി അടിക്കും. പക്ഷെ സ്വന്തം കാര്യം വന്നപ്പോ മിണ്ടാ പൂച്ച. നീ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഉഷ ചേച്ചിക്കും നിഷ ചേച്ചിക്കും വേണ്ടി ഞാൻ വാദിച്ചിട്ടുണ്ട്, സമരം ചെയ്തിട്ടുണ്ട്. രേവതിക്ക് വേണ്ടി രഘുവിനെ ചവിട്ടി കൂട്ടിയിട്ടുണ്ട്. കരുനാഗം പാറുവിനെ ചൊറിയാൻ വന്നപ്പോ എന്റെ വായിൽ തോന്നിയതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? കരുനാഗത്തിന്റെയും രഘുവിന്റെയും ഭാഗത്ത് തെറ്റുണ്ടായതുകൊണ്ടാ. പക്ഷേ ഇപ്പൊ അയാൾ എന്നെ ജോലിയെന്ന് പറഞ്ഞു വിട്ടിട്ടില്ല, ശമ്പളവും വെട്ടിക്കുറച്ചിട്ടില്ല. പിന്നെ ഞാനെന്തിനാ അയാളോട് വഴക്കിന് പോണം? നീ ഈ പറയുന്നത് നിന്റെ മനസ്സിൽ തട്ടിയാണെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ശമ്പളത്തിൽ കുറവ് വരുത്താത്തത് കൊണ്ട് ഗോഡൌണിൽ ജോലി ചെയ്യാൻ നിനക്ക് പൂർണ്ണ സമ്മതമാണെന്ന് നെഞ്ചത്ത് കൈവച്ച് നിനക്ക് പറയാൻ പറ്റുമോ? നീ എന്താ മിണ്ടാത്തെ? പറ. നിനക്ക് വിഷമമില്ലെങ്കിൽ പറ. ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. നീ ഇപ്പൊ പോയി നിന്റെ ജോലി ചെയ്യും. പ്രൊഡക്ഷൻ കുറവാണെന്ന് പറഞ്ഞ് കരുനാഗം ഇനി എന്റെ മെക്കിട്ട് കയറാൻ വരില്ല. പുതിയ സൂപ്പർവൈസറോടും അയാൾ കാരണം ചോദിക്കില്ല. നീ ആ സമാധാനം ബോധിപ്പിക്കേണ്ടി വരിക. അയാളെ ഞാൻ സമാധാനം ബോധിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടല്ല, എന്റെ ഈ കൈ കൊണ്ട്. എടാ, ഞാൻ ഈ കമ്പനിയിൽ തന്നെ ഇല്ലേ? ഇത് വിട്ട് ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ. പിന്നെന്താ? നീ ഇവിടുന്ന് പോയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ലായിരുന്നു. ഏത് കമ്പനിയിൽ പോയാലും നിനക്ക് നിന്റെ എക്സ്പീരിയൻസിനനുസരിച്ചുള്ള ജോലി കിട്ടും. സൂപ്പർവൈസറുടേതല്ല, പ്രൊഡക്ഷൻ ചീഫിന്റെ ജോലി തന്നെ നിനക്ക് കിട്ടും. നിന്നെ ഈ ഗോഡൌണിൽ കാണുന്നതിനേക്കാൾ സന്തോഷം എനിക്കതാ. എടാ, അതെനിക്കും അറിയാം. പക്ഷേ എനിക്ക് ഈ കമ്പനി വിട്ടു പോകാൻ കഴിയില്ല. എനിക്ക് നിങ്ങളാരെയും വിട്ടു പോകാൻ കഴിയില്ല. നീ വന്നേ. എങ്ങോട്ട്? ഞാൻ പറഞ്ഞില്ലേ, കൈലാസ് സാർ നിന്റെ കൂടെ നിൽക്കൂ. നീ വാ, വരാനാ പറഞ്ഞേ. ഞാനൊന്ന് പറയട്ടെ, നീ നിക്ക്, ഞാൻ പറയട്ടെ. ഞാൻ പോയി കൈലാഷ് സാറിനോട് പരാതി പറഞ്ഞ നീ പറഞ്ഞ ശരിയാ, സൂപ്പർവൈസറുടെ ജോലി കൈലാഷ് സാർ എനിക്ക് തിരിച്ചു തരും. പക്ഷെ അത് എന്റെ മിടുക്കല്ല. ആ ജോലി ചെയ്യാൻ പ്രിയനെ കൊണ്ടേ കഴിയൂന്ന് പറഞ്ഞ് കരുനാഗം ഗോഡൌണിൽ നിന്ന് എന്നെ തിരിച്ചു വിളിക്കണം. അപ്പോഴാ അയാൾ എന്റെ മുന്നിൽ തോൽക്കുക. നിന്നെ സംസാരിച്ചു തോൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ആ പുതിയ സൂപ്പർവൈസർ കൊണ്ട് ഞാൻ നക്ഷത്രക്കാലിൽ നിൽക്കും. നീ നോക്കിക്കോ. എടാ മോഹന,